ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ BRM എന്ന് പറയുന്ന പേപ്പറാണ്, ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻസ് ആണ്. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ചെറുതായിട്ടുള്ള ടേബിൾസും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും, പ്രോബ്ലമായിട്ടല്ല. അപ്പോൾ അത് തിയറീൻ്റെ ഭാഗമായിട്ടേ ചോദിക്കുള്ളൂ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ റിസർച്ചിനെ കുറിച്ചുള്ള അതിൻ്റെ ഫൗണ്ടേഷൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാനായിട്ടുള്ളത്. സോ മീനിങ് ഓഫ് റിസർച്ച് എന്താണ്? റിസർച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതൊരു എന്താണ്, നമ്മളൊരു സംഗതിയെ ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നങ്ങളും അതിനെ കൊണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പഠിച്ചിട്ട് നമ്മളെല്ലാത്തിനും റിഫൈൻ ചെയ്തെടുക്കുക റിസർച്ച് വഴിയാണ്, അല്ലേ? നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗ്രഹനിർമ്മാണമോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാവട്ടെ, വാഹനങ്ങളോ ഒക്കെ ഈ ഒരു ഫോമിലേക്ക് അതിൻ്റെ ഈ ഡിസൈൻ മാറി വരുന്നതും അതിൻ്റെ ടെക്നിക്കാലിറ്റി മാറി വരുന്നതും ഒക്കെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഓഫ് റിസർച്ചാണ്. റിസർച്ച് മീൻസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് സെർച്ച് ഫോർ ട്രൂത്ത്. ഇറ്റ് ഇൻവോൾവ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫാക്ട്സ്, പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ടു ഡിസ്കവർ ന്യൂ നോളേജ് ഓർ വെരിഫൈയിങ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ. ദ ഗോൾ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി ആസ് ഇറ്റ് ട്രൂലി ഈസ്. അതായത് കൃത്യമായ റിയാലിറ്റി മനസ്സിലാക്കാനാണ്. ചിലപ്പോൾ അത് സൈക്കോളജിക്കലായ കാര്യങ്ങളാവാം, ചിലപ്പോൾ ഒരു മൊത്തത്തിലൊരു ട്രെൻഡായിരിക്കാം. ട്രെൻഡ് വരുമ്പോൾ അതൊരു മൊത്തം ആൾക്കാർ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു രീതി ചിന്തിക്കുന്നത് കൊണ്ടാവാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സംഗതികൾ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഓരോ ബിസിനസ്സുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ റിസർച്ച് സയൻസിന് മാത്രമല്ല, നാച്ചുറൽ സയൻസിന് മാത്രമല്ല, നമ്മൾ ബിസിനസ്സിനും മാനേജ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാര്യം ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ബിസിനസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പോളിസീസൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ റിസർച്ച് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് സെർച്ച് ഫോർ ട്രൂത്ത് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡാണ് പറയുന്നത്. സയൻസ് ആൻഡ് റിസർച്ച്. സയൻസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ തിങ്സ് വർക്ക്. എങ്ങനെയാണ് ഒരു സംഗതി നടക്കുക എന്നുള്ളതിൻ്റെ ഓർഗനൈസ്ഡ് വേയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് സയൻസ് എന്ന് വെച്ചാൽ. ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഓർഡേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഇതെന്ത് ചെയ്യുന്നു? ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റിസർച്ച് ആൻഡ് സയൻസ് ഗ്രോ ടുഗദർ വിത്ത് റിസർച്ച് ബീങ് മെത്തേഡ് ടു ഡിസ്കവർ ട്രൂത്ത് എന്നുള്ളതാണ്. റിസർച്ചും സയൻസും ഒരുമിച്ച് പോകുന്നതാണ്. റിസർച്ച് ട്രൂത്ത് അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മീനിങ് കൊടുക്കുന്നത് സയൻറ്റിഫിക് മെത്തേഡ് റെഫേഴ്സ് ടു സ്ട്രക്ചേർഡ് പ്രോസസ് യൂസ്ഡ് ബൈ സയൻസ് ടു ഗെയിൻ നോളേജ്. അതായത് നോളേജ് ഗെയിൻ ചെയ്യാൻ ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സാണ് ഈ പറയുന്ന സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്ട്രക്ചേർഡ് പ്രോസസ് യൂസ്ഡ് ബൈ സയൻസ് ടു ഗെയിൻ നോളേജ് എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൂൾസ് ആൻഡ് ടെക്നീക്സ് ദാറ്റ് ഹെൽപ്പ് എക്സ്പ്ലോർ ഫാക്ട്, ടെസ്റ്റ് ഐഡിയാസ് ആൻഡ് ഡെവലപ്പ് യൂണിവേഴ്സൽ ലോസ്. ഇതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ടൂൾസ്, ടെക്നീക്സ്. അതായത് ടൂൾസ് ആൻഡ് ടെക്നീക്സ് എന്ന് വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന നമ്മൾ പല ഐഡിയാസ് ഉണ്ടാവും, അല്ലെ? നമ്മളിപ്പോൾ ഒരു സംഗതി, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ ഇട്ടിട്ട് നമ്മൾ കുറേ സംഗതികൾ ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനെയർ ഇസ് എ ടൂൾ ആൻഡ് ടെക്നീക്ക് ടു ഹെൽപ്പ് എക്സ്പ്ലോർ ദ ഫാക്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഈ പറയുന്ന റിസർച്ചിൻ്റെ, സയൻറ്റിഫിക് റിസർച്ചിൻ്റെ. ഒന്ന് റിസർച്ചിൻ്റെ അല്ലെങ്കിൽ റിസർച്ച് സയൻറ്റിഫിക്കാന്ന് പറയാനുള്ള കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ വെരിഫിക്കേഷനാണ്. റിസൾട്ട് ആർ കൺസിസ്റ്റൻറ്റ് ആൻഡ് റിലയബിൾ അക്രോസ് ടൈം. അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും, അത് റിസൾട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പിന്നെ ഡെഫിനിറ്റ്നെസ് ആണ്. കൺക്ലൂഷൻസ് ആർ ക്ലിയർ ആൻഡ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ അതേഴ്സ്. കൺക്ലൂഷൻസ് ഡെഫിനിറ്റ് ആണ്, അത് നമുക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒബ്ജക്റ്റിവിറ്റിയാണ് അടുത്തത്. ഒബ്ജക്റ്റിവിറ്റി എന്ന് വെച്ചാൽ പേഴ്സണൽ ബയസ് റിമൂവ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടി ഒബ്ജക്റ്റീവ് ആവും, അധികം വേറെ രീതിയിൽ ചിന്തിക്കാതെ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഈ പറഞ്ഞ ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ എന്താണോ അത് അതേപടി പഠിക്കാൻ സാധിക്കും. അതൊക്കെയാണല്ലോ സയൻസിൻ്റെ ഒരു പ്രത്യേകതകൾ. പിന്നെ ജനറാലിറ്റിയാണ്. ഫൈൻഡിങ് അപ്ലൈ യൂണിവേഴ്സലി ആയിട്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ പ്രഡിക്ഷനാണ്. ഹെൽപ്പ് ഫോർകാസ്റ്റ് ഔട്ട്കം ബേസ്ഡ് ഓൺ കോസ് എഫക്റ്റ്. അതായത് എങ്ങനെയാണിത് വരിക, അതിൻ്റെ ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. കോസ് ആൻഡ് എഫക്റ്റ്. ഒരു സംഗതി നടന്നാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ്, ഒരു കോസ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നീട് സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണിത്. ഈസ് എസെൻഷ്യൽ ഫോർ വാലിഡ് റിസൾട്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഇതെന്താണ്, ഒരു വാലിഡ് റിസൾട്ടിന് എസെൻഷ്യലാണ് എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക് മെത്തേഡ് ഈസ് ദ ഹാർട്ട് ഓഫ് സയൻറ്റിഫിക് പ്രോഗ്രസ് ആൻഡ് നെവർ എൻഡിങ് ക്വസ്റ്റ് ഡ്രിവൺ ബൈ ക്യൂരിയോസിറ്റി ആൻഡ് എ ഡിസയർ ടു അൺകവർ ട്രൂത്ത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? സയൻറ്റിഫിക് മെത്തേഡാണ്, റിസർച്ച് ആൻഡ് സയൻസ് ആണ്. അപ്പോൾ റിസർച്ച് ഒരു ഓർഗനൈസ്ഡ് വേ
ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ തിങ്സ് വർക്ക് ആണ്. അപ്പോൾ അതിനെ സയൻസിൽ നടക്കുന്നത്. അപ്പോൾ റിസർച്ച് ഇസ് ബേസിക്കലി എ സയൻറ്റിഫിക് മെത്തേഡ്. അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? വെരിഫിക്കേഷൻ, ഡെഫിനിറ്റ്നെസ്, ഒബ്ജക്റ്റിവിറ്റി, ജനറാലിറ്റി, പ്രഡിക്ഷൻ, സിസ്റ്റമാറ്റിക് അപ്രോച്ച്. പിന്നീട് എന്താണ്? റിസർച്ചിൻ്റെ ഡെഫിനിഷനാണ്. റിസർച്ചിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. മീനിങ് പറയുന്നത് റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഡീപ്പ് എക്സ്പ്ലോറേഷൻ ഇൻ ടു നോളേജ് ടു ഡിസ്കവർ ന്യൂ റിലേഷൻഷിപ്സ്, ഡെവലപ്പ് തിയറീസ്, ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് വേരിയസ് ഫെനോമിന. അപ്പോൾ റിസർച്ച് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഡീപ്പ് എക്സ്പ്ലോറേഷൻ എന്ന് വെച്ചാൽ കൂടുതലായിട്ടൊരു സംഗതിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇൻ ടു നോളേജ് ടു ഡിസ്കവർ ന്യൂ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ മഴയും എന്താണ് നമ്മൾ ഇതിന് മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, ഈ പറഞ്ഞ ഈൽഡ്, അതായത് നമ്മുടെ വിളവും. അപ്പോൾ അതിൽ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഓരോന്ന് റിലേറ്റഡായി കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ മെൻ്റൽ ഹാപ്പിനെസ്സും നമ്മുടെ ഈ പറയുന്ന ഫിസിക്കൽ എന്താണ് ഹെൽത്തും ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എന്താണ് പഠനങ്ങൾ. അപ്പോൾ അതെന്താണ് ഇങ്ങനത്തെ റിസർച്ച് വഴിയാണ് ഇതൊക്കെ മനസ്സിലാക്കുക. കുറേ പേരെടുത്തിട്ട് നമ്മളെന്താണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിസർച്ചുകൾ നടത്തുമ്പോഴാണ് ഈ വക പഠനങ്ങളൊക്കെ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡെവലപ്പ് തിയറീസ് ആൻഡ് ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓഫ് വേരിയസ് ഫെനോമിന. പേർപ്പസ് വരുന്നത് ബിയോണ്ട് എക്സ്പാൻഡിങ് ദ പൂൾ ഓഫ് നോളേജ്, റിസർച്ച് ആക്ട് ആസ് എ ടൂൾ ഫോർ ചേഞ്ച്, ഇന്നോവേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസായിട്ട് വരുന്നത് നോളേജ് വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്തേക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ മാറ്റങ്ങൾ വന്നത്, മൊബൈൽ ഫോണുകളിലേക്ക് ക്യാമറ വന്നത്, ഇതൊക്കെ എന്താണ് റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പല ചേഞ്ചിനും ഇന്നോവേഷനും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിനും ഒക്കെ എന്താണ് ഈ റിസർച്ചിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ പർപ്പസ് ഓഫ് റിസർച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഡെഫിനിഷൻ റിസർച്ചിന് കൊടുത്തിരിക്കുന്നത് LV റെഡ്മാൻ ആൻഡ് AVH മോറി. അവരത് എഴുതിയാൽ മതി. റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളേജ് ആണ്. പുതിയ നോളേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് സിസ്റ്റമാറ്റിക് എഫേർട്ട് ഇടുന്നതിൻ്റെ പേരാണ് റിസർച്ച് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിവിടെ മാനേജ്മെൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് എന്താണ് റിസർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് ബിസിനസ് റിസർച്ചിനെ കുറിച്ചിട്ടാണ് അല്ലേ. ബിസിനസ്സിൽ നമ്മൾ എങ്ങനെ റിസർച്ച് അപ്ലൈ ചെയ്യാം, ബിസിനസ്സിന് അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ബിസിനസ് റിസർച്ചിൻ്റെ മീനിങ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ബിസിനസ് റിസർച്ച് ഇസ് എ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് പ്രിൻസിപ്പിൾസ് ടു സോൾവ് ബിസിനസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആൻഡ് സപ്പോർട്ട് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് റിസർച്ച് എന്താണ്? ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനാണ് ഓഫ് റിസർച്ച്. അതായത് റിസർച്ചിനെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്, മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴാണത് ബിസിനസ് റിസർച്ച് ആവുന്നത്. അല്ലെങ്കിൽ അതെന്താണ് റിസർച്ചിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്, അതായത് മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അത് ബിസിനസ് റിസർച്ചാണ്. ഇനി ഡെഫിനേഷൻ നോക്കാം നമുക്ക്. ഡാനിയൽ ആൻഡ് ഗേറ്റ്സ് ആണ് ബിസിനസ് റിസർച്ചിന്. നമ്മൾ നേരത്തെ കണ്ടത് റിസർച്ചിൻ്റെ ഡെഫിനിഷൻ ആയിരുന്നു. ഇവിടെ നോക്കുന്നത് ബിസിനസ് റിസർച്ചിൻ്റെ ഡെഫിനിഷനാണ്. ബിസിനസ് റിസർച്ച് ഇസ് പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ദിസ് അനാലിസിസ് ടു മാനേജ്മെൻറ്റ്. ബിസിനസ് റിസർച്ച് എന്താണ് സംഗതി? പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട്സ് ഓഫ് ദിസ് അനാലിസിസ് ടു മാനേജ്മെൻറ്റ്. അതായത് പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ എന്നാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മളെല്ലാം ഇൻഫർമേഷൻസ് ഡാറ്റയാക്കി എടുക്കുക. ഡാറ്റ മീൻസ് റോ ഇൻഫർമേഷനാണ്. നമ്മൾ എല്ലാ കണക്കുകളും എടുത്ത് വെക്കുക. കണക്കുകൾ എന്ന് പറയും മലയാളത്തിൽ. അത് എടുത്ത് വെച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യാം. അതിന് എങ്ങനെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യുക, അത് കളക്ട് ചെയ്യാം, എന്നിട്ട് അത് അനലൈസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? റെലവൻറ്റ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി റിസൾട്ട്സ് ഓഫ് ദിസ് അനാലിസിസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് ഇൻ ബിസിനസ് ആണ്. എങ്ങനെയാണ് റിസർച്ച് ബിസിനസ്സിൽ സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് സപ്പോർട്ട് ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. അതായത് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള, എന്നർത്ഥം വ്യക്തി താല്പര്യങ്ങൾക്ക് എന്താണ് അതീതമാവാത്ത, നമ്മൾ വളരെ എന്താണ് ഫാക്ച്വലായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ബിസിനസ് റിസർച്ച് തയ്യാറാവും, അല്ലെങ്കിൽ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ബിസിനസ് ഡിസിഷൻസ് ഇമ്പാക്ട് ലാർജ് ക്യാപിറ്റൽ ആൻഡ് വർക്ക് ഫോഴ്സ്. റിസർച്ച് പ്രൊവൈഡ്സ് ഫാക്ച്വൽ ഡാറ്റ ഹെൽപ്പിംഗ് മാനേജേഴ്സ് ടേക്ക് ടൈംലി ആൻഡ് ഒബ്ജക്റ്റീവ് ഡിസിഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് റിലൈങ് ഓൺ ഗെസ് വർക്ക്. ഹെൽപ്സ് ചൂസ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബിസിനസ്സിൽ തന്നെ ഒരുപാട് നമുക്ക് സാധ്യതകളുണ്ടാവും. അതിൽ ഏറ്റവും നല്ല സാധ്യത എടുക്കുക, ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് എടുക്കുക. അതാണ് ദർ ആർ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു എവരി ബിസിനസ് പ്രോബ്ലം. റിസർച്ച് ഹെൽപ്സ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് എഫക്റ്റീവ് ഓപ്ഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ നമുക്കല്ലേ ബിസിനസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഏതെങ്കിലും തരം ബിസിനസ് എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഓൾട്ടർനേറ്റീവിൽ ബെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എനേബിൾസ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. മെനി ബിസിനസ് പ്രോബ്ലംസ് ക്യാൻ ബി മെഷേർഡ്. ഒരുപാട് ബിസിനസ് പ്രോബ്ലം പൈസയുടെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് ആക്കിയിട്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് റിസർച്ച് എന്താണ് അത് ഉപകാരപ്പെടുന്നുള്ളതാണ്. പിന്നെ അസിസ്റ്റ് ഇൻ പ്രഡിക്റ്റീവ് ജഡ്ജ്മെൻറ്റ്, പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇന്നത് വരാൻ പോകുന്നുണ്ട് എന്നും സാധിക്കുന്നുള്ളതാണ്. റിസർച്ച് ഹെൽപ്സ് ഇൻ പ്രൊജക്ട് ഫീസിബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ഔട്ട്കംസ് ആൻഡ് അസസിങ് റിസ്ക് ബേസ്ഡ് ഓൺ ഡാറ്റ ഓഫ് ഫ്രം സിമിലർ പാസ്റ്റ് സിറ്റുവേഷൻ. നെക്സ്റ്റ് പറയുന്നത് ഇംപ്രൂവ്സ് മാനേജീരിയൽ ഫംഗ്ഷനാണ്. മാനേജീരിയൽ ഫംഗ്ഷൻ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. റിസർച്ച് എയ്ഡ്സ് ഇൻ പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഓൾ വൈറ്റൽ മാനേജീരിയൽ ആക്ടിവിറ്റീസ്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റലായിട്ടുള്ള മാനേജീരിയൽ ആക്ടിവിറ്റീസ് എന്താണ് പ്ലാൻ ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ഇവ കാര്യങ്ങൾക്കൊക്കെ സാധിക്കുന്നുള്ളതാണ്. പിന്നെ എയ്ഡ്സ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജി, ബിസിനസ് പോളിസീൻ്റെയും സ്ട്രാറ്റജി എന്താണ് അതിനും സഹായിക്കുന്നുള്ളതാണ്. ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ബിസിനസ് എൻവയോൺമെൻറ്റ്, റിസർച്ച് ഐഡൻറ്റിഫൈസ് ത്രെറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഗൈഡിങ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആണ്. അപ്പോൾ എന്താണ് ബിസിനസ്സിൻ്റെ നയങ്ങളും തന്ത്രങ്ങളും മെനയാൻ ബിസിനസ് റിസർച്ച് സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ ഫോസ്റ്റേഴ്സ് ഇന്നൊവേഷൻ ആൻഡ് ഗ്രോത്ത്. ഇന്നൊവേഷൻ ആൻഡ് ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മൾ പുതിയ രീതിയിൽ ബിസിനസ് നടത്തുക, പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുക, പുതിയ രീതിയിൽ സർവീസുകൾ കൊടുക്കുക, ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ ഇപ്പോൾ ടാക്സി സർവീസൊക്കെ എന്താണ് ഇപ്പോൾ അത് നമുക്കൊരു ആപ്പ് വഴി അല്ലേ അതൊക്കെ കിട്ടാൻ തുടങ്ങി. ഇതൊക്കെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് R&D ഡെവലപ്മെൻറ്റ്, അതായത് R&D ആണ്, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക. അതെല്ലാം വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഉണ്ടാവുന്നുള്ളതാണ്. R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ഇന്നോവേഷൻ, ഹെൽപ്പിംഗ് കമ്പനീസ് ഡിസൈൻ ന്യൂ പ്രൊഡക്റ്റ്, ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് വൺസ് ആൻഡ് ഡിസ്കവർ ന്യൂ മാർക്കറ്റ്സ് ഫോർ ഗ്രോത്ത് ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. എന്തൊക്കെയാണ് ബിസിനസ് റിസർച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അത് പ്രോസസ് ബൗണ്ടാണ്, അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സായിട്ട് ചെയ്യേണ്ടതാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രോസസ് ബൗണ്ട് എന്നുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞത് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യേണ്ടതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. ഇറ്റ് ഈസ് ഓൾവേസ് ഗോൾ ഡ്രിവൺ. ഗോൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ലക്ഷ്യം കണ്ട് അതിലേക്കാണ് അത് എത്തേണ്ടത്. ദ സ്പെസിഫിക് പർപ്പസ് ഓഫ് റിസർച്ച് ഡിറ്റർമൈൻസ് ഇറ്റ്സ് ഫോക്കസ് ആൻഡ് ഡെപ്ത്. അതിൻ്റെ സ്പെസിഫിക് പർപ്പസ് എന്താണ് അതിൻ്റെ ഫോക്കസിലേക്ക് ഡെപ്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. എന്താണ് അത് എക്കണോമിക്സ് നിന്നും സൈക്കോളജിയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് നിന്നും സോഷ്യോളജി എന്നൊക്കെ എന്താണ് നമ്മുടെ കോമേഴ്സ് പോലെ തന്നെ ഈ ബിസിനസ് റിസർച്ച് എന്താണ് ഈ എക്കണോമിക്സ് എന്നുള്ള ആവശ്യമായ പഠനങ്ങളെടുക്കും, സൈക്കോളജിയിൽ നിന്നെടുക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് നിന്നെടുക്കും, സോഷ്യോളജിയിൽ നിന്നെടുക്കും, മേക്കിംഗ് ഇറ്റ് എ മൾട്ടി ഡിസിപ്ലിനറി എഫേർട്ട് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൾട്ടി ഡയമെൻഷനലാണ്. ബിസിനസ് റിസർച്ച് ഡീൽസ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് മാർക്കറ്റ്, കൺസ്യൂമേഴ്സ്, ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ്. അപ്പോൾ ഒരുപാട് ഡയമെൻഷൻസ് ഉള്ളതാണ് എന്നുള്ളതാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻ നോക്കും, അതായത് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ലോക്കൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ബിസിനസ് ഓപ്പറേഷൻസ്. ദെൻ ടെസ്റ്റ് ഓഫ് ബിസിനസ് പെർഫോമൻസ് ആണ്. ബിസിനസ് പെർഫോമൻസിനൊരു ടെസ്റ്റ് കൂടിയാണ് ഈ ബിസിനസ് റിസർച്ച് എന്ന് വെച്ചാൽ. പിന്നെ ഫ്ലെക്സിബിളാണ്, അഡാപ്റ്റബിളാണ്. ഗുഡ് റിസർച്ച് ഈസ് അഡാപ്റ്റബിൾ. ഇറ്റ് മസ്റ്റ് ബി ഓപ്പൺ ടു ഇൻക്ലൂഡിങ് ന്യൂ അൺഎക്സ്പെക്റ്റഡ് ഡാറ്റ. പെട്ടെന്നൊരു നമുക്ക് വിചാരിക്കാത്തൊരു ഡാറ്റ വരികയാണെങ്കിൽ അതിനെങ്ങനെ പഠിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ വേണം. അതുകൊണ്ടാണ് ഫ്ലെക്സിബിളാണ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ആണ് എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് ആയിരിക്കണം എന്ന് കൂടി പറയുന്നതിലൂടെ. പിന്നെ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആണ്. ഒരുപാട് ഇൻ്റർനെറ്റ് ഡാറ്റ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഒരുപാട് സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. ആദ്യമേ ആൾക്കാർ എടുത്തു വെച്ച ഡാറ്റ, പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഡിമാൻഡ് ഡ്രിവൺ ആണിത്. ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ആക്യുറേറ്റ് ഇൻഫർമേഷൻ വിത്തിൻ ബിസിനസ്സസ് ഫ്യൂവൽസ് ദ നീഡ് ഫോർ റിസർച്ച്. കൂടുതൽ ഡിമാൻഡ്, അതായത് ആക്യുറേറ്റ് ഡാറ്റയ്ക്കുള്ള ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഗുണം ചെയ്യുന്നുള്ളതാണ്. പിന്നെന്താണ് എംപവേഴ്സ് മാനേജേഴ്സിന് കൂടുതൽ ശക്തി പകരും, അവരെ ശാക്തീകരിക്കും. കാരണം അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഒരുപാട് സഹായം ചെയ്യും എന്നുള്ളതാണ്. റിസർച്ച് ഫൈൻഡിങ്സ് എനേബിൾസ് മാനേജേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡാറ്റ ബാക്ക് ഡിസിഷൻസ് ഫോർ ബെറ്റർ ഔട്ട്കം. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ആണ്. റിസർച്ച് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഫോർ ദ സേക്ക് ഓഫ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൺസെപ്റ്റ്. റിസർച്ച് നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അതിനെ തരംതിരിക്കാൻ സാധിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് വേറെ വരുന്നുണ്ട്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. സോ ബേസ്ഡ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് നോളേജിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ചിന് നമുക്ക് നാച്ചുറൽ സയൻസിൻ്റെ റിസർച്ചസ്, സോഷ്യൽ സയൻസിൻ്റെ റിസർച്ച്, ബിസിനസ് റിസർച്ച്, പിന്നെ ഹാർഡ് സയൻസ് ആൻഡ് സോഫ്റ്റ് സയൻസ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ സയൻസ് എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ സാധാരണ പഠിക്കുന്നത്, നമ്മളിപ്പോൾ സയൻസ് സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ അതിൽ ഊർജ്ജതന്ത്രം, രസതന്ത്രം, പിന്നെ അതേമാതിരി നമ്മുടെ ജീവശാസ്ത്രം അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. നാച്ചുറൽ ഉണ്ടാകുന്നതാണ് ഈ ഊർജ്ജത്തിനെ പറ്റിയുള്ള ഘടകങ്ങളും
കെമിക്കൽസും ബയോളജിയും ഒക്കെ തന്നെ. പിന്നെ സോഷ്യൽ സയൻസാണ്, അത് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സയൻസുകളാണ്. എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ബിസിനസ് റിസർച്ചാണ്, അപ്ലൈഡ് ടു റിയൽ വേൾഡ് ബിസിനസ് പ്രോബ്ലംസ് ആണ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസർച്ചുകൾ. പിന്നെ ഹാർഡ് സയൻസസും സോഫ്റ്റ് സയൻസും. ഹാർഡ് സയൻസ് എന്താണ്, ടെക്നിക്കൽ ആൻഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണ്. സോഫ്റ്റ് സയൻസ് എന്താണ്, ഈസിയർ ആൻഡ് ഫോർ ലേമാൻ ഫോർ ഗ്രാസ്പ് ആണ്. ലേ പേഴ്സൺ എന്ന് വെച്ചാൽ സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ബിസിനസ്, എക്കണോമിക്സ് ഒക്കെ. ഫിസിക്സ് കുറച്ച് ഹാർഡ് സയൻസ് ആണ്, ടെക്നിക്കലിയാണത്. കാരണം ആ ടെക്നിക്കൽ വേർഡ്സ് മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡാറ്റയാണ്. നേച്ചർ ഓഫ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, മെഷർമെൻറ്റ്സ്, ഒബ്ജക്റ്റീവ് ഡാറ്റയാണ്. ക്വാളിറ്റേറ്റീവ്സ് നമ്മൾ എടുക്കുന്ന റേറ്റിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചിലത് നോക്കി നമ്മൾ റേറ്റിംഗ് ഒക്കെ ചോദിക്കുകയാണത് ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്, ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് അനാലിസിസ് ഓഫ് ഒപ്പീനിയൻസ്, ബിഹേവിയേഴ്സ് എക്സെട്ര. പിന്നെ ബേസ്ഡ് ഓൺ കവറേജ് ആണ്, അതെന്താണ് മാക്രോ റിസർച്ച് എന്നാണ്, സ്റ്റഡീസ് ഹോൾ സിസ്റ്റം ഓർ സെക്ടേഴ്സ്. മൈക്രോ റിസർച്ച് എന്നാണ്, സ്റ്റഡീസ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓർ സ്പെസിഫിക് കേസസ് ആണ്. അതായത് ഒരു ഹോൾ സിസ്റ്റം, നമ്മളിപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറയില്ലേ, കാര്യം എന്താണ്, മൊത്തം ഇന്ത്യൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയെ നോക്കുന്നതാണ് മാക്രോ. മൈക്രോ എന്നാണ് ഒരു സ്പെസിഫിക് യൂണിറ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നാലാമത്തെ പോയിന്റ് എന്താണ്, ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി ഓർ ആപ്ലിക്കേഷൻ ആണ്, അതിൻ്റെ ഉപയുക്തത നോക്കിയിട്ട്. ഒന്ന് ബേസിക് ഉണ്ട്, അപ്ലൈഡും ഉണ്ട്. ബേസിക് റിസർച്ച് എന്താണ്, തിയറി ബിൽഡിംഗ് ആണ്, നോളേജ് എക്സ്പാൻഷൻ ഒക്കെയാണ് വരുന്നത്. അപ്ലൈഡ് എന്താണ്, സോൾവിങ് സ്പെസിഫിക് ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. അത് നമ്മളൊരു പുതിയ തിയറി ഉണ്ടാക്കുന്നത് എന്താണ്, ബേസിക് റിസർച്ചാണ്. അപ്ലൈഡ് റിസർച്ച് എന്താണ്, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യലാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് വെച്ചാൽ. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് സ്റ്റഡിയാണ്. അത് ഫീൽഡ് സ്റ്റഡീസ് ഉണ്ട്, ലാബോറട്ടറി സ്റ്റഡീസ് ഉണ്ട്, ലൈബ്രറി സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ചിലത് നമ്മൾ എന്താണ് ഫീൽഡിൽ നാച്ചുറലി പോയിട്ട്, ഇപ്പോൾ ഈ ബയോളജിയൊക്കെ പറയും നമ്മൾ ചിലപ്പോൾ എന്താണ്, ഇപ്പോൾ കാടുകളിലൊക്കെ പോകേണ്ടി വരും ഈ ബയോളജിസ്റ്റുകളൊക്കെ, ഓരോ ജീവജാലങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ. ഇപ്പോൾ ബോട്ടണി ആണെങ്കിൽ സുവോളജി ഒക്കെ ആണെങ്കിലും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാബോറട്ടറി സ്റ്റഡീസ്, അത് ലാബിൽ, അത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ ഫിസിക്സിലും സൈക്കോളജിയിലൊക്കെ ലാബുകളൊക്കെ ഉണ്ടാവും, അവിടെയുള്ള പഠനങ്ങളാണ്. പിന്നെ ലൈബ്രറി സ്റ്റഡീസാണ്, ഡോക്യുമെൻ്ററി ആൻഡ് സെക്കൻഡറി ഡാറ്റ റിസർച്ചാണ്. ലൈബ്രറികളിൽ ഇരുന്നു കൊണ്ടെന്നാണ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് ബേസ്ഡ് ഓൺ റിസർച്ച് മെത്തേഡ്സ് ആണ്. ഇപ്പോൾ റിസർച്ച് മെത്തേഡുകളുടെ അടിസ്ഥാനത്തിൽ റിസർച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. റിസർച്ച് മെത്തേഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സർവേ റിസർച്ച് വരുന്നുണ്ട്. നമ്മൾ പോയി സർവേ കളക്ട് ചെയ്തിട്ട് റിസർച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒബ്സർവേഷൻ റിസർച്ച് ഉണ്ട്, ഡയറക്റ്റ് വാച്ചിങ് ഓഫ് ബിഹേവിയേഴ്സ് ഓർ പ്രോസസ്സസ്. ഡയറക്റ്റായിട്ട് നമ്മൾ ഓരോരുത്തരെയും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക, അതൊക്കെ നാച്ചുറൽ സയൻസിലൊക്കെ വരുന്നതാണ്. പിന്നെ കേസ് സ്റ്റഡിയാണ്, ഒരു സ്പെസിഫിക് യൂണിറ്റിനെ കുറിച്ച് ഒരു പ്രത്യേക പഠനം നടത്തുക. പിന്നെ എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്, സ്റ്റഡീസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. എക്സ്പെരിമെൻ്റുകൾ ചെയ്യുക, ഓരോ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്. പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്, അനാലിസിസ് ഓഫ് പാസ്റ്റ് ഇവൻ്റാണ്, പാസ്റ്റ് ഇവൻറ്റുകൾ എന്താണ് അനലൈസ് ചെയ്യുക. പിന്നെ കമ്പാരിറ്റീവ് റിസർച്ചാണ്, കമ്പാരിസൺ അക്രോസ് ടൈംസ് ഓർ സെറ്റിങ്സ്. പിന്നെ അടുത്തത് നോക്കിയാൽ ബേസ്ഡ് ഓൺ ടൈം ഫ്രെയിം ആണ്. അപ്പോൾ ടൈം ഫ്രെയിം വരുമ്പോൾ ഒരു സിംഗിൾ പീരീഡ് റിസർച്ച് വരുന്നുണ്ട്, അതൊരു സ്പെസിഫിക് പോയിന്റിലുണ്ടാവുക. ലോഞ്ചിറ്റ്യൂഡിനൽ വരുന്നുണ്ട്, അതെന്താണ് ഒരു ട്രെൻഡ് നോക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പിന്നെ ബേസ്ഡ് ഓൺ പർപ്പസ് ആണ്. ഇപ്പോൾ പർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി വരുന്നുണ്ട്, ഒരു അൺനോൺ ഏരിയയെക്കുറിച്ച് അപ്പോൾ നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിൽ ഒക്കെ പോകുന്നതൊക്കെ ആദ്യം എക്സ്പ്ലോറേറ്ററി ആണ്. അപ്പോൾ ഈ സ്പേസ് റിസർച്ചുകളൊക്കെ എക്സ്പ്ലോറേറ്ററി ആണ്, നമുക്കറിയാത്ത സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഉപരിതലം നമ്മൾ അറിയാത്ത കാര്യം അവിടേക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് ഈ പേടകങ്ങളൊക്കെ അയക്കുക, അവിടുത്തെ മെറ്റീരിയൽസ് ചെക്ക് ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, ടു ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫങ്ഷൻസ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. പിന്നെ കോ റിലേഷനിലാണ്, ടു ഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്, രണ്ട് വേരിയബിൾസ് തമ്മിൽ മഴയും വിളവും അത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ നോക്കുക, ഈ വക കാര്യങ്ങൾ. പിന്നെ കോസലാണ്, ടു ഐഡൻറ്റിഫൈ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അനാലിറ്റിക്കലാണ്, ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് അവൈലബിൾ ഡാറ്റയാണ്, അവൈലബിൾ ഡാറ്റ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. പിന്നെ ഇവാലുവേഷനാണ്, ടു അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് എൻ ഇവൻറ്റ് ഓർ പോളിസി, അതായത് ഒരു ഇവൻറ്റിൻ്റെയോ പോളിസീൻ്റെയോ ഇമ്പാക്റ്റ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബേസ്ഡ് ഓൺ മെത്തഡോളജി പറയുകയാണെങ്കിൽ തിയറിറ്റിക്കൽ റിസർച്ച് ഉണ്ട്, അത് തിയറീസും അബ്സ്ട്രാക്റ്റ് മോഡൽസുമാണ്. എംപിരിക്കൽ ഉണ്ട്, ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ചിൽ വരുന്നത്, എസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ പല തരത്തിൽ വരുന്നുണ്ട് അല്ലേ, ബ്രാഞ്ച് ഓഫ് നോളജ് വരുന്നുണ്ട്, അതിൽ തന്നെ നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ബിസിനസ് റിസർച്ച്, ഹാർഡ് സയൻസ്, സോഫ്റ്റ് സയൻസ് വരുന്നുണ്ട്. നേച്ചർ ഓഫ് ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, കവറേജ് മാക്രോ, മൈക്രോ, ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി, ബേസിക് അല്ലെങ്കിൽ പ്യുവർ, അപ്ലൈഡ്. പിന്നെ
പ്ലേസ് ഓഫ് സ്റ്റഡി, ഫീൽഡ്, ലൈബ്രറി. പിന്നെന്താണ് റിസർച്ച് മെത്തേഡ്, സർവേ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, എക്സ്പെരിമെൻറ്റ്, ഹിസ്റ്ററിക്കൽ, കമ്പാരിറ്റീവ്, ടൈം ഫ്രെയിം, സിംഗിൾ ടൈം, ലോഞ്ചിറ്റ്യൂഡിനൽ, പർപ്പസ്, എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, കോറിലേഷണൽ, കോസൽ, അനാലിറ്റിക്കൽ, ഇവാലുവേഷൻ. ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കി വെക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.